യൂണിവേഴ്സൽ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൃത്യം 10 കിലോമീറ്റർ മാത്രം മാറിയും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ മാത്രം മാറിയും ഒരു 5.5 സെൻറ്റ് ലാൻഡിൽ കണ്ടല്ലോ, എൻ്റെ തൊട്ട് പിന്നിലായി കാണുന്നൊരു ലക്ഷറീസ് ആയിട്ടുള്ള വില്ല കമ്മ്യൂണിറ്റികളിൽ, അതും കണ്ടല്ലോ ഒരു 4 മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉള്ള, അതും ടാർ റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു വില്ല കമ്മ്യൂണിറ്റികൾ. മൊത്തം 7 വീടുകളാണുള്ളത്. എല്ലാ വീടുകളും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 5.5 സെൻറ്റ് ലാൻഡിൽ, അതും 2400 സ്ക്വയർ ഫീറ്റോടുകൂടി ഒരു ട്രോപ്പിക്കൽ കണ്ടംപററി ഡിസൈനിൽ 2 XUV കാറുകൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഡിസൈനിലാണ് ഈ വീട് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ക വാസ്തു ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്, അതും പടിഞ്ഞാറ് ദർശനത്തിലാണ്. ഒരു ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. മുറ്റത്താകെ ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് അട്രാക്റ്റീവ് ആക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ സെക്കൻഡറി ആയിട്ടൊരു വാഹനം നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് കഴിയും. നിങ്ങളൊരു ചെറിയ വാഹനം കൂടെ ഇത് അവിടെയായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇവിടെയായിട്ട് ചെറിയൊരു ഗാർഡൻ ഏരിയ കാണാം. ഒരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഈ വീട് സിറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പക്ക വാസ്തുപരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നിങ്ങളുടെ സിറ്റ് ഔട്ട് വരുന്നത്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ കിട്ടുന്നത്. ഗ്ലാഡിങ് ടെയിലൊക്കെ തന്നെ കൊടുത്ത് അട്രാക്റ്റീവ് ആക്കിയിരിക്കുകയാണ്. ഈ വീട്ടിൽ ആകെ മൊത്തം യൂസ് ചെയ്തിട്ടുള്ള തടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്ക്, ആഞ്ഞിലി, മഹാഗണിയാണ്. മെയിൻ ഡോറും കട്ടളയൊക്കെ തന്നെ ടീക്കുഡിലാണ്. ഇതിലേക്ക് വരുമ്പോൾ ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്ന ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. 16x12 ആണ് ലിവിങ് ഏരിയയുടെ സ്പേസ് വരുന്നത്. ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ TV യൂണിറ്റ്, നിങ്ങളുടെ വലിയൊരു TV തന്നെ ഈസി ആയിട്ട് അക്കൗണ്ടിലുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നു. ധാരാളം സ്റ്റോറേജ് ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ LED സ്ട്രിപ്പ് ലൈറ്റ്, LED സ്പോട്ട് ലൈറ്റ് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. LED ഹാങ്ങിങ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വാം തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. LED ഫാനൊക്കെ തന്നെ കൊടുത്ത് അട്രാക്റ്റീവ് ആക്കിയിരിക്കുകയാണ്. കേട്ടല്ലോ, നിങ്ങൾക്കിനി വീട്ടിലേക്കായിട്ട് ഒന്നും വേണ്ട, അത്യാവശ്യം സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ വീട് കൊടുക്കുന്നത്. കർട്ടനൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വർക്കുകളും ഈ കാണുന്ന പാർട്ടീഷൻ കൊടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്യുന്നത്. കേട്ടല്ലോ, ധാരാളം ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ഇൻഡോർ പ്ലാന്റ്സും ഇതിൻ്റെ ഇടയിലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനല്ലോ വലിയൊരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങളൊരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പ്രീമിയം രീതിയിലാണ് ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, ഒരു കൺജഷനില്ല, നല്ല സ്പേസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഇൻവെർട്ടർ ഏരിയ. ഇൻവെർട്ടർ ഏരിയയുടെ ആ തൊട്ടടുത്തായിട്ട് കണ്ടല്ലോ ഒരു ഷെൽഫായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നിങ്ങളുടെ ഇൻവെർട്ടർ ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. മുകളിലേക്ക് പോകുന്ന സ്റ്റെയർകേഴ്സിൻ്റെ അടിയിലാണ്, അതും ആ ഒരു സ്ഥലം മാക്സിമം കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഇവിടുത്തെ ഓപ്പൺ മോഡുലാർ കിച്ചൺ. ഒരു പ്രീമിയം രീതിയിൽ ഒരു പിസ്ത ഗ്രീൻ ആൻഡ് വൈറ്റ് തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ കണ്ടല്ലോ ഒരു ഗ്ലെന്നിൻ്റെ ചിമ്മിനിയും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കാണാം. സോഫ്റ്റ് ടച്ചിലാണ് ഇവിടുത്തെ കബോർഡ് വർക്കുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്കിവിടെ കാണാം. നിങ്ങൾ സ്വന്തമായിട്ട് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള കൂടൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ഇതാ അപ്പുറത്തായിട്ട് നല്ലൊരു ഏരിയ അവിടെ കിട്ടുന്നുണ്ട്. പ്രൈമറി വാട്ടർ സോഴ്സ് ആയിട്ട് നമുക്കിവിടെ കിണർ കൊടുക്കുന്നുണ്ട്. സെക്കൻഡറി ആയിട്ട് പൈപ്പ് കണക്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ആകെ മൊത്തം 2 ബെഡ്റൂംസ് ആണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് 3 ഫേസിൻ്റെ ഒരു ഇതാ കാണാം. വി ഗാർഡിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ കണ്ടല്ലോ വാർഡ്രോബ്സ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ്സ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല സ്പേഷ്യസ് ആണ്. സീലിംഗ് വർക്കുകൾ കാണാം. ഫാനൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും വേണ്ട, ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാലുകാച്ചിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കാണാം. മനോഹരമായ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കാണാം. ഇവിടെ ആയിട്ടൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സ്പേഷ്യസ് ആയിട്ടാണ്. അതും സെറയുടെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം നമ്മുടെ ലിവിങ് ഏരിയയുടെ TV യൂണിറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കജേരിയുടെ ടൈൽസ് ആണ്, അതും വൈറ്റ് തീമിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനടുത്തായിട്ടൊരു ഡ്രസ്സിങ് യൂണിറ്റ് കാണാം. മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ളത്. ഇവിടെയും കണ്ടല്ലോ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സെറയുടെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗൈസ്, ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർകേഴ്സ് യൂണിറ്റ് ആണ്. കണ്ടല്ലോ, സെൻസറാണ്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലൈറ്റൊക്കെ കിട്ടുന്നു. പിന്നെ കണ്ടല്ലോ, ഇത് കണ്ടോ, ഹാൻഡ് റെയിലൊക്കെ തന്നെ വുഡിലാണ്, അതും ടീക്കുട്ടിലാണ്. അതിൽ ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിരിക്കുകയാണ്.
മുകളിലേക്ക് വരുമ്പോൾ ഈ മെയിൻ വാൾ ഫുൾ ടെക്സ്ചറൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇത് കടലൊരു വേവിൻ്റെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ട ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതാ ഇവിടുന്ന് മുകളിലേക്ക് വരുമ്പോൾ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിങ് സ്പേസ് ആണ്. അവിടുത്തെ TV യൂണിറ്റാണ്. അത്യാവശ്യം വലിയൊരു TV തന്നെ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയും 2 ബെഡ്റൂംസാണുള്ളത്. ഇത് ഈ TV യൂണിറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം, റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം. അതുമാത്രമല്ല ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോം തിയേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. അപ്പോൾ ആകെ മൊത്തം 4+1 5 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഇതേ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ്. വാർഡ്രോബ്സ് ഉണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ഇത് മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് ബാൽക്കണി. ഞാൻ ആദ്യം പറഞ്ഞില്ല, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലത്തെ ഒരു പ്രൈവറ്റ് ബാൽക്കണി സ്പേസ് ആണത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നിങ്ങൾ ഈ വീട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടല്ലോ, ഇതാ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മറ്റൊരു ബെഡ്റൂം വരുന്നത്. അതും അറ്റാച്ച്ഡ് ആണ്. നല്ല സ്പേഷ്യസ് ആണ്. വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് കാണാം. ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ഇത് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ഇതിന് തൊട്ടു ബാക്കിലായിട്ട് ഉള്ള കുറച്ച് സ്പേസ് നമുക്ക് മഴക്കാലത്ത് നമ്മുടെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാനാണെങ്കിലും നമ്മളെ വാഷിംഗ് മെഷീൻ വയ്ക്കാനാണെങ്കിലൊക്കെ ഉള്ളൊരു സ്പേസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, നല്ല കവർ ചെയ്താണ് ചെയ്തിട്ടുള്ളത്. നമ്മളിനി പോകുന്നതെന്ന് വെച്ചാൽ ഇവൻ്റെ ഓപ്പൺ ബാൽക്കണി സ്പേസിലാണ്. അപ്പോൾ ഇങ്ങനൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ 10 കിലോമീറ്റർ മാത്രം മാറി തിരുമല പെരികാവ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 300 മീറ്റർ മാത്രം മാറി. ഇത് 7 വീടുകളുള്ളൊരു വില്ല കമ്മ്യൂണിറ്റി ഉണ്ട്. ബാക്കി എല്ലാ വീടുകളും സോൾഡ് ഔട്ടായി. ഒരൊറ്റ വീട് മാത്രമേ ഉള്ളൂ. ഞാൻ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയാം. 5.5 സെൻറ്റ് ലാൻഡ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒന്ന് ഹോം തിയേറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റീഡിംഗ് റൂമായിട്ടോ ജിമ്മായിട്ടോ യൂസ് ചെയ്യാം. അപ്പോൾ 4+1 5 ബെഡ്റൂമുള്ള ഈ വീടിന് ചോദ്യം 1,10,00,000 രൂപയാണ്. 1,10,00,000 എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് വീട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 95% ഹോം ലോൺ ഫെസിലിറ്റീസ് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്രയും വേഗം തന്നെ ഈ വീട് അത്യാവശ്യമുള്ള ആൾക്കാരിലേക്ക്, നമ്മളെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീട് വന്ന് കാണാനും ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് നിങ്ങൾ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ബൈ.